ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയും നികേഷും കൂടി സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ജോലിക്ക് പോയ സുഭാഷ് തലവേദനയായിട്ട് മടങ്ങി എത്തുകയാണ്. നികേഷ് ചോദിക്കുന്നു, ജോലിക്ക് പോയ ആളെന്താ മടങ്ങി വന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഭയങ്കര തലവേദന, സഹിക്കാൻ പറ്റുന്നില്ല, രാവിലെ തുടങ്ങിയതാ. ഇത് കേട്ട് നിധി അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയുന്നു, നല്ല വെയിലുണ്ടല്ലോ, അതായിരിക്കും തലവേദന മാറാത്തത്. വെയിലത്ത് നിന്നല്ലേ പണി ചെയ്യുന്നത്. ഈ സമയം വെള്ളവുമായി എവിടേക്ക് വരികയാണ് നിധി. സുഭാഷ് ഏട്ടാ, വെള്ളം കുടിക്കുന്ന നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? ഞാൻ വന്ന് എടുത്തു കുടിക്കത്തില്ലായിരുന്നോ? സുഭാഷ് ഏട്ടൻ ഇത് കുടിക്കുന്ന നിധി പറയുമ്പോൾ സുഭാഷ് അത് കുടിച്ച് താങ്ക്സ് മോളെ എന്ന് പറഞ്ഞ് ഗ്ലാസ് അവിടേക്ക് വെക്കുകയാണ്. ഇങ്ങിതാന്ന് പറഞ്ഞ് നിധി അത് വാങ്ങിച്ച് സുഭാഷിനോട് ചോദിക്കുന്നു, ഒരു ചായ ഇട്ട് തരട്ടെ? സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, ഞാൻ പിന്നെ ചായ ഇട്ട് കുടിച്ചോളാം. നിധി പറയുന്നു, ഞാനിപ്പം നന്നായി ചായ ഉണ്ടാക്കും, ഞാൻ ചായ ഇട്ട് തരാം. അതുകൊണ്ടല്ല മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് കാപ്പി ഇടാം, കാപ്പി കുടിക്കുമ്പോൾ തലവേദന മാറും. വേണ്ട മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, കോഫി കുടിക്കുമോ? കുടിക്കാമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ശരി സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. അങ്ങനെ നിധി അടുക്കളയിലേക്ക് ചെന്ന് കാപ്പി ഇടുമ്പോൾ നികേഷും അടുക്കളയിലേക്ക് വന്ന് നിധിയെ സഹായിക്കുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും കോഫി കൊടുത്തിട്ട് അവരുടെ ഒപ്പം കോഫി കുടിക്കുകയാണ് നിധിയും. നിധി പറയുന്നു, സുഭാഷ് ഇടാ, കോഫി കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? സുഭാഷ് പറയുകയാണ്, നന്നായിട്ടുണ്ട് മോളെ. നികേഷ് പറഞ്ഞതുപോലെ നല്ല വെയിലുണ്ടല്ലോ, അതാ തലവേദന മാറാത്തത്. ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് തുടങ്ങിയതാണ്, മേൽക്കൂരയൊന്നും ആയിട്ടില്ല. നിധി ചോദിക്കുന്നു, സുനന്ദയുടെ കല്യാണം തീരുമാനിച്ചത് കൊണ്ടാണോ സുഭാഷ് ഏട്ടൻ ഈ വിഷമം? സുനന്ദയെ മിസ് ചെയ്യുന്നുണ്ടോ? സുഭാഷ് പറയുകയാണ്, മിസ് ചെയ്യാൻ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലല്ലോ. നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. സുഭാഷ് പറയുന്നു, ഞാൻ എപ്പോഴും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കാറില്ല, നമ്മുടെ വീടിന്റെ അവസ്ഥ എനിക്ക് നന്നായി അറിയാലോ. നിധി ചോദിക്കുന്നു, അപ്പൊ സുനന്ദയെ വേറെ ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോയാ സുഭാഷ് ഏട്ടന് ഒരു കുഴപ്പമില്ലേ? സുഭാഷ് പറയുകയാണ്, അവൾക്ക് ആ കല്യാണത്തിന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ, നല്ലൊരു പയ്യനെ കല്യാണം കഴിച്ച് അവള് സന്തോഷമായി ജീവിക്കട്ടെ. പാവം ഒരു വായാടി പെണ്ണ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് അടുക്കളയുടെ വാതിലിന്റെ അരികെ എപ്പോഴും വരുന്നതല്ലേ. അങ്ങനെ വിഷമത്തോടുകൂടി സുഭാഷ് അടുക്കളയുടെ വാതിലിന്റെ അരികിലേക്ക് നോക്കുകയാണ്. നിധിയും നികേഷും ഇത് ശ്രദ്ധിക്കുന്നു. സുഭാഷ് പറയുന്നു, അവള് സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം, അവള് സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമാണോ അല്ലയോ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ്, ചെറുപ്പം മുതലേ ഞാൻ അവളെ കാണുന്നതല്ലേ, അവളെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല. കോഫി നന്നായിട്ടുണ്ട്. നിധി കോഫി ഉണ്ടാക്കാനായി പഠിച്ചുപോയി. അങ്ങനെ പുഞ്ചിരിച്ച് സുഭാഷ് കോഫി കുടിക്കുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. തുടർന്ന് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. ഡിവോഴ്സ് ഫയൽ ചെയ്യാനായി സുധീഷും നിധിയും കാണാൻ പോയ വക്കീല്. ബൈക്ക് ശരിയാക്കാനായി വന്ന വക്കീല് സുധീഷ് വക്കീൽ ഓഫീസിൽ ചെന്ന കാര്യവും നിധിയും സുധീഷും ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതുമെല്ലാം ഹരീഷിനോട് പറയുകയാണ്. വക്കീലിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരീഷ്. വക്കീല് പറയുന്നു, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, ഡിവോഴ്സ് വേണമെന്ന് അവർ പറഞ്ഞു. ഹരീഷ് ചോദിക്കണം, ഡിവോഴ്സോ? സുധീഷ് ഏട്ടൻ തന്നെയാണോ വന്നത്? വക്കീല് പറയുന്നു, അതെ സുധീഷ് തന്നെയാണ്. സുധീഷിന്റെ ഭാര്യയുടെ പേര് നിധി. ഞാൻ പലതവണ ചോദിച്ചു, ഇപ്പോഴല്ലേ കല്യാണം കഴിഞ്ഞത്, എന്താ പെട്ടെന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്യാനായി വന്നതെന്നൊക്കെ. പക്ഷെ അവര് ഒന്നും തുറന്നു പറയുന്നില്ല, ഡിവോഴ്സ് വേണമെന്നുള്ള ഒരേ വാശിയിൽ നിൽക്കുകയാണ്. നിന്റെ ചേട്ടൻ ഇതില് വലിയ താല്പര്യമുള്ളതായി എനിക്ക് തോന്നിയില്ല. നിധിയാണ് സംസാരിച്ചതും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞതും ഒക്കെ. ടിറ്റുയും ടെൻഷനോടുകൂടി ഹരീഷിനെ നോക്കുകയാണ്. അപ്പൊ വക്കീല് ചോദിക്കുന്നു, എന്താ നിങ്ങൾക്കാർക്കും ഈ കാര്യത്തെ കുറിച്ച് അറിയില്ലേ? ഇല്ലാന്ന് ഹരീഷ് പറയുമ്പോൾ വക്കീല് പറയുന്നു, ക്ലയൻസിനെ പറ്റിയൊന്നും ആരോടും പറയാൻ പാടില്ല എന്നാ നിന്റെ ചേട്ടനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. വീട്ടില് ഇതിനെ കുറിച്ച് സംസാരിച്ച് ഒരു നല്ല തീരുമാനം എടുക്കണം. തുടർന്ന് സുഭാഷ് വയ്യാത്തത് കൊണ്ട് നിധി അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാനായി തുടങ്ങുകയാണ്. അരികിലേക്ക് വന്ന നികേഷ് ഏട്ടത്തി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നികേഷ് പറയുന്നു, എന്തിനാ ഏട്ടത്തി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. വേണ്ട വേണ്ട, ഞാൻ കുക്ക് ചെയ്തോളാമെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ചോറും കറിയും എല്ലാം ഉണ്ടാക്കണം, അതെല്ലാം ഉണ്ടാക്കാൻ ഏട്ടത്തിക്ക് പറ്റില്ല. നിധി പറയുന്നു, അതിനല്ലേ ഇന്റർനെറ്റ് ഉള്ളത്, അത് നോക്കി കുക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാവടാ. നികേഷ് ചോദിക്കുന്നു, നമ്മളോ? ഞാനും ഉണ്ടോ? നിധി പറയണ, അതെ നീയും ഞാനും കൂടിയാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. പാവ സുഭാഷ് ഏട്ടൻ വയ്യാതെ ഉറങ്ങിപ്പോയി, എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം റെഡിയാക്കി വെക്കണം, അതിന് നമ്മൾ പുറത്തു പോയി വാങ്ങിക്കൊണ്ട് വരണമെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ സംസാരിക്കാതെടാ, ഡെയിലി നമുക്ക് വേണ്ടി പാചകം ചെയ്തു തരുന്നതല്ലേ സുഭാഷ് ഏട്ടൻ. ഒരു ദിവസം സുഭാഷ് ഏട്ടന് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് പാചകം ചെയ്യാം. ആദ്യം നമുക്ക് ചോറ് വെക്കാം, അത് കഴിഞ്ഞ് കറികൾ ഉണ്ടാക്കാം. അങ്ങനെ അവർ വീഡിയോ കണ്ട് ചോറ് വെക്കുകയാണ്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, ഇവിടെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഇന്നത്തെ കുക്കിംഗ് ഞാനും ഏട്ടത്തിയും കൂടിയാണ്. അയ്യോ വേണ്ട മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് നിധിയുടെ കയ്യിലിരിക്കുന്ന അരി വാങ്ങാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, വേണ്ട സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുക്ക്. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുകയാണ്, എന്താ കിച്ചണിലൊരു ബഹളം? നിധി പറയുന്നു, സുഭാഷ് ഏട്ടന് വയ്യ, അതുകൊണ്ട് ഞങ്ങള് കുക്ക് ചെയ്യാമെന്ന് കരുതി. സുധീഷ് പറയുന്നു, നേരത്തെ പറയത്തില്ലായിരുന്നു, ഇപ്പൊ
ഓഫീസിൽ നിന്ന് ഫോൺ വന്നായിരുന്നു, ഞാൻ പോയിട്ട് വരാമേ. അങ്ങനെ സുധീഷ് അടുക്കളയിൽ നിന്നും പോവുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ഹരീഷ് ദേഷ്യത്തോടുകൂടി സുധീഷിന്റെ ഷർട്ടിൽ കുത്തി പിടിക്കുകയാണ്. സുധീഷ് പറയുന്നു, ഷർട്ടിൽ നിന്ന് കൈ എടുക്കടാ, എന്തിനാ ഷർട്ട് കുത്തി പിടിക്കുന്നത്? അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇത്, അവനെ വിടടാ. നികേഷും നിധി അവിടേക്ക് വരികയാണ്. ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നു, ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഹരീഷ് പറയുന്നു, പറ, ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോയായിരുന്നു? സുഭാഷും നികേഷും സംശയത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, വിടടാ. ഹരീഷ് പറയണം, പറയടാ, ഡിവോഴ്സിനായി നിങ്ങൾ വക്കീലിനെ കാണാൻ പോയോ? നിധി ഒന്ന് നോക്കിയിട്ട് കൈ എടുക്കടാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താടാ ഈ പറയുന്നത്? സുധീഷ് ഡിവോഴ്സിനായി വക്കീലിനെ കാണാൻ പോയെന്നോ? നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞത് സത്യമാടാ. ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ഫയൽ ചെയ്യാനായി വക്കീലിനെ കാണാൻ പോയിരുന്നു. ആ വക്കീൽ എന്റെ റെഗുലർ കസ്റ്റമർ ആണ്. ഇന്ന് വണ്ടി സർവീസ് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ ഇവര്. സത്യം പറയടാ, ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോയോ? ഇതിനു വേണ്ടിയാണോ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചത്? 2 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാനോ? സത്യം പറയടാന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷിനെ വിട്, സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനാ ഡിവോഴ്സ് ചോദിച്ചത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി വിഷമത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു, എടാ അതിപ്പോ വിട്, പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം. നികേഷ് ചോദിക്കാണ്, ഏട്ടത്തി എന്തിനാ ഡിവോഴ്സ് ചോദിച്ചത്? ഞങ്ങളെ ആരും ഇഷ്ടപ്പെട്ടില്ലേ? ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ? എന്നോട് എപ്പോഴും സ്നേഹത്തോടെയാണല്ലോ സംസാരിക്കുന്നത്, എന്നിട്ട് എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. ഏട്ടത്തിക്ക് സത്യമായിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? ഏട്ടത്തിയും ഞങ്ങളെ വിട്ടു പോവാണോ? ഹരീഷ് പറയുന്നു, ഏട്ടത്തി എന്തിനാണ് ഡിവോഴ്സ് ചോദിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവൻ പറഞ്ഞ കള്ളം കാരണമായിരിക്കും ഏട്ടത്തി ഡിവോഴ്സ് ചോദിക്കുന്നത്. ഈ വീടിനെ പറ്റി, ഞങ്ങളെ പറ്റി, ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ പറ്റി, ഏട്ടത്തിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞതിനെ പറ്റി, അങ്ങനെ നീ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും ഏട്ടത്തി തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു നുണയന്റെ കൂടെ എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചായിരിക്കും ഡിവോഴ്സ് ചോദിച്ചിരിക്കുന്നത്. നീ വാ തുറന്ന കള്ളം അല്ലേ പറയൂ? കള്ളത്തിന് പുറത്ത് കള്ളം പറഞ്ഞപ്പോൾ ഡിവോഴ്സ് വരെ വന്നു നിൽക്കുകയാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കള്ളം പറയരുത്, ഒരു ദിവസം എല്ലാവരും സത്യം അറിയുമെന്ന്. ഇപ്പതേ അങ്ങനെ ഒരു ദിവസം വന്നിരിക്കുകയാണ്. പറയടാ, സത്യം പറയടാ, എന്താ നീ മിണ്ടാൻ നിൽക്കുന്നത്? വിഷമത്തോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് വിടിടാന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് സുധീഷ്. ഹരീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഒരു ഞെട്ടലുമില്ലാതെ സുഭാഷേട്ടൻ മിണ്ടാൻ നിൽക്കുകയാണല്ലോ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, ഈ വീട്ടില് മറ്റെന്തൊക്കെയോ നടക്കുന്നുണ്ട്, സുഭാഷേട്ടൻ എല്ലാം അറിയാം, അതെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഡിവോഴ്സിനായി വക്കീലിനെ കാണാൻ പോയി എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. നികേഷ് ടെൻഷനായതിന്റെ അത്രയും പോലും സുഭാഷേട്ടൻ ടെൻഷനായില്ല. എന്താ സുഭാഷേട്ടൻ മറച്ചു പിടിക്കുന്നത്? പറ, സുഭാഷേട്ടന് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ തുറന്നു പറയണം. സുധീഷ് ഒന്നും വിടാതെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞുകൊണ്ട് ഹരീഷ് പറയുന്നു, നീ എവിടെ പോകുന്നത്? എനിക്ക് മറുപടി തരാതെ എവിടെയും പോകാൻ പറ്റില്ല. സുധീഷ് പറയുന്നു, എനിക്ക് മറുപടി പറയാൻ മനസ്സില്ല, നീ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഹരീഷ് പറയുന്നു, നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. സുധീഷ് പറയുകയാണ്, അതേടാ, ഡിവോഴ്സ് വാങ്ങാനാ പോകുന്നത്, അത്രേ ഉള്ളൂ. നികേഷ് കരഞ്ഞുകൊണ്ട് നിധിയെ നോക്കുകയാണ്. ഹരീഷ് പറയുന്നു, നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നു, ഇപ്പോൾ ഡിവോഴ്സ് വാങ്ങാൻ പോകുന്നു. ഈ വീടിന്റെ തലയിലെടുത്ത അങ്ങനെയാണെന്ന് കരുതി സമാധാനിക്കാം, പക്ഷെ എനിക്ക് കാരണം അറിയണം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്? ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെ കല്യാണം കഴിച്ചിട്ട് വന്ന് നിന്നതല്ലേ? ആ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞു? ഞങ്ങൾ എന്തോരം സന്തോഷിച്ചു. ഒരു വാക്ക് പോലും ചോദിക്കാതെ നിങ്ങളെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളും നിങ്ങൾക്കൊരു വലിയ കല്യാണം നടത്തി തന്നായിരുന്നു. ഇപ്പം ഇത്രയും പേരുടെയും സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ട് എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത്? അതിനെന്താ കാരണം? കാരണം പറ, ഞാൻ വേറൊന്നും ചോദിക്കില്ല. കരഞ്ഞോണ്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തിനാ പോകുന്നത്? ഞങ്ങളെ വിട്ട് പോവാണോ? ശരിക്കും ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ? അതോ സുധീഷ് ഏട്ടൻ പറഞ്ഞ നുണകൾ കാരണമാണോ പോകുന്നത്? ഞങ്ങളെ വിട്ട് പോകല്ലേ ഏട്ടത്തി? അങ്ങനെ കൈകൂപ്പി കരയുകയാണ് നികേഷ്. കണ്ടു നിറഞ്ഞ് സുഭാഷിനെയും സുധീഷിനെയും ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ഞാൻ പറയാം, എല്ലാവരുടെ ചോദ്യത്തിനും ഞാൻ തന്നെ മറുപടി പറയാം. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വരുന്ന ഭാസ്കരനും അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. നിധി പറയുന്നു, ഞാൻ പറയാം നികേഷ്, എന്താ നടന്നതെന്ന്. എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി ഞാനാ, ഡിവോഴ്സ് ചോദിച്ചത് ഞാനാ, ഡിവോഴ്സ് വേണ്ടിയതും എനിക്കാ. ഞെട്ടി ഭാസ്കരൻ പതിയെ പറയുന്നു, ഡിവോഴ്സോ? നിധി പറയുന്നു, ഞങ്ങളുടെ കല്യാണം. നിധി എന്ന് വിളിച്ച് തടയാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി എന്തോ പറയാനായി വരികയല്ലേ, പറയട്ടെ. സുഭാഷ് പറയുന്നു, ഞാൻ തന്നെ പറയാം ഹരീഷ്, ഇതിനപ്പുറം ഇത് മറച്ചു വെച്ച് ജീവിക്കാൻ പറ്റില്ല. സുധീഷ് നിധിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ നിങ്ങളെ പോലെ ഞാനും ഒരുപാട് സന്തോഷിച്ചു. നിധിയുടെ അച്ഛന് വയ്യാന്നറിഞ്ഞ് ഇവര് തക്കലയ്ക്ക് പോയില്ലേ? അവര് തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയി നമ്മൾ റിസപ്ഷൻ അറേഞ്ച് ചെയ്തില്ലേ? റിസപ്ഷന് സ്റ്റേജിലേക്ക് നിധി വരാൻ തയ്യാറായില്ല. ഞാൻ കാരണം അന്വേഷിച്ച് നിധിയുടെ അരികെ ചെന്ന് ചോദിച്ചു. അപ്പോഴാണ് നിധി സത്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത്. ഇവരുടെ കല്യാണം ശരിക്കുള്ള കല്യാണം അല്ലായിരുന്നു ഹരീഷേ.
അങ്ങനെ നിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ് സുഭാഷ്. സൂര്യയുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് വെച്ച് ഒരു ജോലിക്കായി സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വന്നതും സുധീഷും നിധിയും പ്രണയിച്ച് ഒളിച്ചോടി പോയതാണെന്ന് വിശ്വസിച്ച് നിധിയുടെ വീട്ടുകാരും സൂര്യയും പിന്നാലെ വന്നതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടന്നതുമല്ല. ഇതൊന്നും അറിയാതെ നമ്മള് റിസപ്ഷൻ അറേഞ്ച് ചെയ്തപ്പോൾ നിധി നമ്മുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് സ്റ്റേജിൽ വന്നു നിന്നത്. അന്ന് ഞാൻ നിധിക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഇനി ഒരു കാര്യത്തിനും നിധിയെ നിർബന്ധിക്കില്ല എന്ന്. ഇതെല്ലാം കേട്ട് കണ്ണു നിറങ്ങി നിൽക്കുകയാണ് ഭാസ്കരനും ഹരീഷും നികേഷുമെല്ലാം. സുഭാഷ് പറയുന്നു, ഇങ്ങനെ ഒരു കല്യാണത്തിൽ നിന്നും അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത് ശരിയല്ലേ? റിസപ്ഷന്റെ അന്ന് തന്നെ നിധി എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോകുമെന്നും എനിക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ അന്വേഷിക്കണമെന്നും ഒക്കെ. പക്ഷെ പാവത്തിന് ഹോസ്റ്റൽ കിട്ടിയില്ല. അതുകൊണ്ടാ നിധി ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. ഈ സത്യം നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവര് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു എന്ന് നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിധി പറയുന്നു, ഇവിടെ നിന്ന എല്ലാ പ്രശ്നത്തിനും ഞാനാണ് കാരണക്കാരി. എനിക്ക് വേണ്ടി എന്റെ വീട്ടുകാർ ഏർപ്പാടാക്കിയ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നാൽ കല്യാണം രജിസ്റ്റർ ആകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ശരിക്കും കല്യാണം നടന്നതാണെന്ന്. ഞാൻ കാരണമാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്. സുധീഷിന്റെ കല്യാണം നടക്കണം. അതിന് ഈ ഫേക്ക് മാരേജ് ഒരു പ്രശ്നമാകരുത്. അതുകൊണ്ടാ ഡിവോഴ്സിനായി വക്കീലിനെ കണ്ടത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും വലിയൊരു സത്യം ഉൾക്കൊള്ളാൻ വിഷമമായിരിക്കും. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഇതൊന്നും ഞങ്ങൾ വേണമെന്ന് കരുതി ചെയ്തതല്ല. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ കൈകൂപ്പി കരയുകയാണ് നിധി. നികേഷ് പൊട്ടിക്കരയുമ്പോൾ നിധി പറയുന്നു, സോറി നികേഷ്. അങ്ങനെ നികേഷിന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് നിധി. സുധീഷും സുഭാഷും ഹരീഷും ഭാസ്കരനുമെല്ലാം കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. തുടർന്ന് വളരെ വിഷമത്തോടുകൂടി പുറത്തുള്ള കട്ടിലേക്ക് ഇരിക്കുകയാണ് ഭാസ്കരൻ. ഹരീഷ് സുധീഷിനോട് ചോദിക്കുന്നു, എടാ ഇതാണോടാ സത്യം? പിന്നെന്തിനാടാ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്ന് കള്ളം പറഞ്ഞത്? വാ തുറന്ന കള്ളുവല്ലാതെ നീ പറയില്ല. എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചിരിക്കുന്നു, എന്തെങ്കിലും മറക്കുന്നുണ്ടോ? സത്യം പറയടാന്നൊക്കെ. ഞങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേഷ്യത്തോടുകൂടി സുധീഷ് പറയുന്നു, നിർത്തടാ. എപ്പോഴും നുണ പറഞ്ഞു കള്ളം പറഞ്ഞു. സത്യം പറയാവുന്ന രീതിയിൽ ഇവിടെ എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാടാ കള്ളം പറയുന്നത്? നമ്മുടെ കുടുംബത്തിന്റെ യഥാർത്ഥ കഥ പറഞ്ഞാൽ ആരാടാ എന്നെ പ്രേമിക്കുക? എടാ നിനക്ക് എപ്പോഴെങ്കിലും നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ കള്ളം പറയാൻ തുടങ്ങിയത്. അതേടാ, ഈ കല്യാണം ശരിക്കും നടന്ന കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞത് കള്ളമാടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ വന്ന ഉടനെ ഇതൊരു ഫേക്ക് മാരേജ് ആണെന്ന് നിങ്ങളോട് പറയണമായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം നിധി ഇവിടുന്ന് പോകുമെന്ന് എനിക്കറിയാം. ആ ദിവസം വരുമ്പോ വരട്ടെ. അന്ന് സത്യം എല്ലാവരും അറിയുമെന്ന് എനിക്കും അറിയാം. അതുവരെ നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. അതൊരു തെറ്റാണോടാ? നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. പോടാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സുധീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഹരീഷും നികേഷും കണ്ണു നിറഞ്ഞ നിധിയെ നോക്കുമ്പോൾ നിധിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. സുഭാഷേട്ട എന്താ ഇതൊക്കെയെന്ന് ചോദിച്ച് നികേഷ് പൊട്ടിക്കരഞ്ഞ് സുഭാഷിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് രാത്രി വളരെ വിഷമത്തോടുകൂടി ആലോചിച്ച് പുറത്തു നിൽക്കുകയാണ് സുഭാഷ്. അരികിലേക്ക് വന്ന ഹരീഷ് പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് പറയുന്നു, ഹരീഷ് ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ നിന്നോട് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷെ നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സമയം അടുക്കളയിലേക്ക് വന്ന നിധി അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോൾ തന്നെ താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ താങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് സത്യം തുറന്നു പറയാതിരുന്നത്. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഹരീഷ്. ഹരീഷ് എന്താടാ ഇതെന്ന് ചോദിച്ച് കണ്ണു നിറഞ്ഞ് ഹരീഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് നിധി. സുഭാഷ് പറയുന്നു, നീ എന്താടാ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇതെല്ലാം മനസ്സിൽ വെച്ച് സുഭാഷ് ഏട്ടൻ എങ്ങനെ നടന്നു? സത്യം എന്താണെന്നറിയാതെ ഞാൻ സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നോട് ക്ഷമിക്ക്. സങ്കടങ്ങൾ പറഞ്ഞ് സുഭാഷും ഹരീഷും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നിധി. ഈ സമയം കരഞ്ഞുകൊണ്ട് അകത്തിരിക്കുകയാണ് നികേഷ്. നിധി നികേഷിനെ നോക്കുമ്പോൾ കണ്ണീര് തുടച്ച് കുരുങ്ങിയിരിക്കുകയാണ് നികേഷ്. തുടർന്ന് ആലോചിച്ചിരിക്കുന്ന നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സാന്ദ്ര പറയുന്നു, നിന്റെ ചേട്ടൻ ഇപ്പോഴാ പുറത്തേക്ക് പോയത്. ഇപ്പൊക്കെ നിന്നോട് സംസാരിക്കണമെങ്കിൽ എല്ലാവരും വീടിന് പുറത്തേക്ക് പോയാലേ പറ്റൂ. സാന്ദ്ര തിരുവനന്തപുരത്തുള്ള സാന്ദ്രയുടെ ഒരു ഫ്രണ്ടിനെ പറ്റി പറയുകയാണ്. തന്നെ ഇത് വിളിച്ചിരുന്നുവെന്നും നിനക്ക് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കഴിയാമെന്നും. അവളുടെ വീടും നമ്മുടെ വീടിനെ പോലെ വലിയ വീടാണ്. നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നിനക്ക് സുധീഷിന്റെ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോ. നിന്റെ ചേട്ടൻ ആ വീടിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭയമുണ്ട്. 5 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടില് അവരുടെ നടുക്ക് ഒരു പെണ്ണ് എങ്ങനെ ജീവിക്കും? സുധീഷിനെ അല്ലാതെ ആ വീട്ടിൽ നിനക്ക് മറ്റാരെ അറിയില്ല. നീ ആരോട് സംസാരിക്കും?
നിനക്ക് എങ്ങനെയാ വീട് സെറ്റാകും? ഇത് കേട്ട് കണ്ടു നിറങ്ങിയ നിധി ഓർക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും ഒക്കെയായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് സാന്ദ്ര പറയുന്നു, ഇങ്ങനെ ഒരു വീട്ടിൽ നീ ജീവിക്കുന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. നിന്റെ സേഫ്റ്റിയാണ് നിനക്ക് പ്രധാനം. 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട് നിനക്ക് സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിധി ചോദിക്കുന്നു, 5 ആണുങ്ങൾ മാത്രമുള്ള വീടായതുകൊണ്ട് പെണ്ണിന് സുരക്ഷിതത്വം ഇല്ലേ? ഏട്ടത്തി എങ്ങനെയാ അത് ഉറപ്പിക്കുന്നത്? ഇവിടെ എല്ലാവരും എന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത്. സാന്ദ്ര പറയുന്നു, നിധി 1-2 മാസത്തെ അവിടുത്തെ ജീവിതം വെച്ച് വിലയിരുത്തണ്ട. എന്നും ഒരുപോലെ ഇരിക്കില്ല. നിധി പറയുന്നു, സാന്ദ്രയുടെ പ്ലീസ്, ഞാൻ പറയുന്നത് തെറ്റായി വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും ഞാൻ ഇവിടെ നന്നായിട്ടാണ് കഴിയുന്നത്. നമ്മുടെ വീട്ടിലുള്ളതിനേക്കാളും സുരക്ഷിതത്വം എനിക്ക് ഇവിടെ ഉണ്ട്. ആ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയാൻ കഴിയില്ല. ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അവരതിന് ഒരു വിലയും കൊടുക്കില്ല. എന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും അവര് തന്നെ എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ എനിക്ക് വില തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് എടുക്കാതെ ഏട്ടത്തി ഫോൺ വെക്ക്. അങ്ങനെ നിധി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഭാസ്കരനും സുഭാഷും ഹരീഷും നികേഷും എല്ലാം വിഷമത്തോടുകൂടി ഉറങ്ങാതെ കിടക്കുകയാണ്. വീട്ടിലേക്ക് വന്ന സുധീഷ് കണ്ണു നിറഞ്ഞ് സുഭാഷിന്റെയും ഹരീഷിന്റെ അരികിൽ കിടക്കുകയാണ്. സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കൈയിലേക്ക് മുറുകെ പിടിക്കുകയാണ് ഹരീഷ്. ഹരീഷിന്റെ കൈയിലേക്കും സുധീഷ് മുറുകെ പിടിക്കുകയാണ്. സുധീഷ് കരയുമ്പോൾ വിഷമത്തോടുകൂടി സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് ഹരീഷ്. ഇത് കണ്ട് തിരിഞ്ഞു നോക്കി സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ നീ കഴിച്ചോ? ഭക്ഷണം എടുത്തോണ്ട് വരട്ടെ? സുധീഷ് പറയുന്നു, വേണ്ട സുഭാഷ് ഏട്ടാ, നിങ്ങളാരും കഴിച്ചു കാണില്ലല്ലോ. കണ്ണു നിറഞ്ഞ് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, അവൾക്ക് മാത്രമാ ഇതൊരു ഫേക്ക് മാരേജ്. എനിക്ക് അങ്ങനെയല്ല. ഞാൻ അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നിന്നോട് പറഞ്ഞത് സത്യമാ. പക്ഷെ നിധി മാത്രം എന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ല. ഹരീഷ്, എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാ. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് കള്ളമല്ല. ഞാൻ ആദ്യമായി അവളെ കാണുമ്പോൾ എനിക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ എതിർത്ത് അവൾ സംസാരിച്ചു. അവളുടെ വീട്ടിൽ ഞാൻ ജോലിക്കായി പോയപ്പോഴും അവൾക്ക് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കല്യാണം ഇഷ്ടമല്ല എന്നറിഞ്ഞപ്പോഴും അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ നിധിയുടെ വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടാനായി ഞങ്ങൾ കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള ഒരവസ്ഥ വന്നു. അന്ന് ഞാൻ മനസ്സുകൊണ്ട് അവളെ ഭാര്യയാക്കി. അവൾ ഈ കല്യാണത്തെ പറ്റി ഫേക്ക് മാരേജ് എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ആ കല്യാണം നടന്നപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ അരികിൽ ഉണ്ടായിരുന്നു എന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ശരിക്കും അവളുമായിട്ടുള്ള കല്യാണം നടന്നെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ജീവിതാവസാനം വരെ അവൾ എന്റെ കൂടെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മറ്റൊരു കല്യാണം നടക്കാൻ വേണ്ടിയാണ് അവള് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നത്. സത്യമായിട്ടും എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നില്ല. ഒരുപാട് പേടിച്ച ഞാൻ വക്കീലിനെ കാണാൻ പോയത്. നിധിക്ക് ആധാർ കാർഡില്ല, അതുകൊണ്ട് ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് വക്കീല് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവൾക്കതിൽ വിഷമമായിരുന്നു. അവള് വിഷമിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡിവോഴ്സിന്റെ പ്രോസസ്സ് കുറച്ച് നീട്ടിവെക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സമാധാനിച്ചു. അവളുടെ മനസ്സ് എപ്പോഴെങ്കിലും മാറണമെന്നും എന്നെ ഭർത്താവായി സ്വീകരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ നിധിയോട് ഈ ആഗ്രഹത്തെ പറ്റി പറയില്ല. ജീവിതാവസാനം വരെ അവൾ എന്റെ വൈഫായിട്ടുണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് കരയുമ്പോൾ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുകയാണ് സുഭാഷ്. കയ്യിൽ പിടിച്ച് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കിടക്ക്. സുഭാഷ് ഏട്ടന് തലവേദന ഉള്ളതല്ലേ, വാ കിടക്കെന്ന് പറഞ്ഞ് സുഭാഷിനെ പിടിച്ച് അവിടേക്ക് കിടത്തി കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. ഹരീഷും നികേഷും സുധീഷിനെ കെട്ടിപ്പിടിക്കുന്നു. കണ്ണു നിറഞ്ഞ് അവരുടെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് സുധീഷ്. കണ്ണു നിറഞ്ഞു കിടക്കുന്ന നികേഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, നികേഷേ സോറിയടാ, ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം. നിന്നെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലടാ, സോറിയടാ. കണ്ണു നിറഞ്ഞ് സുധീഷിനെ ചേർത്ത് പിടിക്കുകയാണ് ഹരീഷും നികേഷും സുഭാഷും. ഈ സമയം പാട്ട് കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി കാണുകയാണ് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു കിടക്കുന്ന സുധീഷിനെയും സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും. സുഭാഷ് പറയുന്നു, എടാ ഇനി ആരും നിധിയോട് ഇതിനെപ്പറ്റി പറയരുത്. നിധിക്ക് എന്താ ശരിയെന്ന് തോന്നുന്നത് അത് നിധി തീരുമാനിക്കട്ടെ. അവളെ നമ്മള് ശല്യപ്പെടുത്തരുത്. നമ്മുടെ കൂടെ നിധി എത്രനാൾ ഈ വീട്ടിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെയുള്ള അത്രയും നാളും നിധി സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയും കഴിയണം. നമ്മുടെ വീടിനെ കുറിച്ച് നിധി എപ്പോ വിചാരിച്ചാലും അവളോട് നമ്മൾ സ്നേഹത്തോടു കൂടി പെരുമാറിയത് മനസ്സിൽ വരണം. ഇന്ന് നടന്ന കാര്യങ്ങൾ ഓർത്ത് നാളെ നിങ്ങൾ ആരും നിധിയോട് മറ്റൊരു രീതിയിൽ പെരുമാറരുത്. അവക്ക് എന്താണോ തോന്നുന്നത് അത് അവള് ചെയ്യട്ടെ. അതിന് നമ്മൾ എല്ലാരും അവളുടെ കൂടെ ഉണ്ടാകണം. അങ്ങനെയല്ലേ വേണ്ടത്? അതിന്ന് മൂളി തലയാട്ടുകയാണ് സുധീഷും നികേഷും ഹരീഷും. ഇതെല്ലാം വാതിലിന്റെ അരികിൽ നിന്ന് കേൾക്കുന്ന നിധി പതിയെ വാതിലടച്ച് റൂമിനകത്തേക്ക് പോവുകയാണ്. ശേഷം ഉറങ്ങാതെ ആലോചിച്ചിരിക്കുകയാണ് നിധി. തുടർന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നിധി കാണുകയാണ് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സുഭാഷിനെയും അനിയന്മാരെയും. അവരെ വിളിച്ചുണർത്താതെ വാഷ്റൂമിലേക്ക് പോയി വന്ന നിധി ചൂലെടുത്ത് മുറ്റമടിക്കാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്ന ഭാസ്കരൻ നിധിയുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങിച്ച് മുറ്റമടിക്കുകയാണ്. നിധി വേണ്ടാന്ന് പറയുന്നുവെങ്കിലും സാരമില്ല എന്ന് പറഞ്ഞ ഭാസ്കരൻ മുറ്റമടിക്കുകയാണ്. ഭാസ്കരൻ വിഷമത്തോടുകൂടി ഇടയ്ക്കിടയ്ക്ക് നിധിയെ നോക്കുന്നുമുണ്ട്. മറ്റൊരു റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.